അപ്പോൾ ഇന്ന് നമുക്ക് രാവിലെ സംസാരിച്ചതുപോലെ 14 വയസ്സുള്ള മകൻ്റെ സംസ്കാരം അല്പസമയത്തിനകം നടക്കും. കോഴിക്കോട് നിന്ന് മൃതദേഹം മലപ്പുറം ജില്ല ലിമിറ്റ് കടന്നിട്ടുണ്ട്. ഇവിടെ മെഡിക്കൽ ഓഫീസർ വെച്ച് ഉൾപ്പെടെയുള്ളവർ ആ പ്രദേശത്ത് റിസീവ് ചെയ്യും. അപ്പോൾ ആയിക്കോട്ടെ, പോലീസ് ഈ ആംബുലൻസിന് അകമ്പടി സേവിക്കുന്നുണ്ട്, പൈലറ്റ് ചെയ്യുന്നുണ്ട്. ആരോഗ്യ പ്രവർത്തകർ അവിടെ റിസീവ് ചെയ്യും. ഇന്ന് 7 പേരുടെ സാമ്പിളുകളാണ് പരിശോധിച്ചത്. 7 സാമ്പിളുകളും നെഗറ്റീവാണ്. 7 പേരുടെ 3 സാമ്പിളുകൾ വീതമാണ് പരിശോധിച്ചത്. ആ 7 സാമ്പിളുകളും നെഗറ്റീവാണ്. ഇന്നത്തെ സമ്പർക്ക പട്ടികയിൽ ഇതുവരെ 330 പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. അതിലേതാണ്ട് 68 പേർ ആരോഗ്യ പ്രവർത്തകരാണ്. 101ഓളം പേർ ഹൈ റിസ്ക് കാറ്റഗറിയിൽ ഉള്ളവരാണ്. 330 പേരാണ് സമ്പർക്ക പട്ടികയിൽ ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ വൈകുന്നേരം 4 മണി വരെയുള്ള കണക്കാണ്. 330 പേർ സമ്പർക്ക പട്ടികയിൽ, 68 ആരോഗ്യ പ്രവർത്തകർ അതിലുണ്ട്. 101 പേർ ഹൈ റിസ്ക് കാറ്റഗറിയിൽ ഉള്ളവരാണ്. 7 പേരാണ് IP അഡ്മിഷനിൽ ഉള്ളത്. അതിൽ 6 പേർക്ക് നേരിട്ട് ഈ കുട്ടിയുമായി നേരിട്ട് സമ്പർക്കമുള്ളവരാണ്. ഒരാൾക്ക് എപ്പിഡമോളജിക്കൽ ലിങ്ക് ഇല്ലാത്ത വ്യക്തിയാണ്. എന്നിരുന്നാലും പനിയും മറ്റ് രോഗലക്ഷണങ്ങളുമുള്ള സാഹചര്യത്തിൽ മാത്രമല്ല, ഏതാണ്ട് ഈ പ്രദേശത്തിനടുത്തുള്ള ഒരു സ്ഥലത്തു നിന്ന് ആയതുകൊണ്ടും സാമ്പിൾ എടുത്ത് പരിശോധിക്കുകയാണ് ഉണ്ടായത്. പക്ഷേ ആ പരിശോധനാ ഫലവും നെഗറ്റീവാണ് എന്നുള്ളതാണ്. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഈ കുട്ടി കൂട്ടുകാർക്കൊപ്പം പോയ ഇടങ്ങളെല്ലാം സന്ദർശിച്ചു, ടീമുകൾ സന്ദർശിച്ചു. അപ്പോൾ അതിൽ കൂട്ടുകാർക്കൊപ്പം ഇന്നലെ ചോദിച്ച ഒരു അമ്പഴങ്ങയുടെ കാര്യം പറയുന്നുണ്ട്. അവിടെ വവ്വാലുകൾ വരുന്നുണ്ട്. അത് ആണോ എന്നുള്ളത് കൃത്യമായി പറയാൻ തീർച്ചയായും ഒരു നാളെയും കൂടെ അതിൻ്റെ ഒരു പരിശോധന ആവശ്യമായിട്ടുണ്ട്. ഏതാണ്ട് സോഴ്സ് വ്യക്തമാകുന്ന നിലയിലാണ് കുറച്ച് അസംഷൻസ് ഉണ്ടായിട്ടുള്ളത്. മരത്തിൽ നിന്ന്